ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇതാ രാവിലെ മുതൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇന്ന് കാലത്ത് കഴിക്കാനുള്ള ടിഫിനൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടാണ്. മാവൊക്കെ അരച്ച് വെച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പുട്ടിനുള്ള മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചു. തേങ്ങയൊക്കെ ചിരവി വെച്ച് പുട്ടിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ പുട്ടുകുടത്തിൽ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടാണ് പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് നിന്നത്. അപ്പോൾ ഇതാ സമയം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു പുട്ടുണ്ടാക്കുമ്പോഴത്തേക്കും സമയമായി എണീക്കുമ്പോൾ. ഇന്നിപ്പോൾ ചാരുമോൾക്ക് ഇപ്പോൾ സ്കൂളൊന്നുമില്ല, എക്സാം ആയതുകൊണ്ട് വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ കേട്ടോ. അതും ഒരു 10 മണിക്കൊക്കെ പോയാൽ മതി, എക്സാം അല്ലേ. പിന്നെ രാവിലെ സ്കൂളിലേക്ക് പോക്കില്ലാത്തതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല, പെട്ടെന്ന് അങ്ങനെ എണീക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഞാനിതാ എണീറ്റ് വന്ന് പുട്ടിനുള്ളതൊക്കെ റെഡിയാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പയറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ പുട്ടും പയറും ചെറുപയർ കറിയുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പയർ ഉപ്പും 2-3 പച്ചമുളകും ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ട് ഒരു കഷ്ണം ഉള്ളിയും ചേർത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എണ്ണ ഒഴിക്കുക, കടുകും ചെറിയ ജീരകവും ഇട്ട് പൊട്ടിക്കുക, പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക, ചെറിയുള്ളി നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക, കറിവേപ്പില ഇട്ട് മൂപ്പിക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച പയർ അങ്ങോട്ട് തട്ടി കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നാളികേരം ചേർക്കുന്നുണ്ട്, തേങ്ങ ചിരവിയതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റൊക്കെ കിട്ടും. തേങ്ങ അരച്ച് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ പുട്ടിന് ഒരു പയർ പുഴുക്കല്ല, പക്ഷേ കുറച്ച് ഇത്തിരി വെള്ളമായിട്ടാണ് കേട്ടോ. പുട്ടിന് ഇത്തിരി വെള്ളമായിട്ട് വേണം കഴിക്കാൻ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ അരച്ചിട്ടല്ല കേട്ടോ, തേങ്ങ ഇതുപോലെ വറുത്ത് ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതാ എല്ലാം ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തേങ്ങ ചിരവിയതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ പയറെടുത്ത് പൊട്ടിയാൽ മതി. പിന്നെ പയർ വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടാനായിട്ട് മറന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ച് എടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ നമ്മുടെ ഇതൊക്കെ വറുത്തിട്ടുണ്ട്. നന്നായിട്ട് ചുമന്ന കളറിൽ വറുക്കണം കേട്ടോ. നമ്മുടെ ചെറിയുള്ളിയും തേങ്ങയും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു പ്രത്യേക മണമൊക്കെ ഉണ്ടാവും. പിന്നെ ജീരകമൊക്കെ ഇട്ടത് കൊണ്ട് ജീരകം ഇടണമെന്ന് വെച്ചാൽ ചിലർക്ക് പുട്ട് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ പയർ കഴിക്കുമ്പോൾ നെഞ്ചെരിച്ചലൊക്കെ വരും. അപ്പോൾ എനിക്കിവിടെ പുട്ട് കഴിച്ചാൽ നെഞ്ചെരിച്ചൽ വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ജീരകമൊക്കെ ചേർത്തിട്ടാണെന്ന് വെച്ചാൽ അതിനൊക്കെ ഒരു ശമനം കിട്ടും പറയേ, അതുപോലെ. അങ്ങനെ പുട്ട് തീരെ പറ്റാത്തവരാണെങ്കിൽ നമ്മൾ പുട്ടുപൊടി കുഴയ്ക്കുന്ന ടൈമിൽ ഒരു നുള്ളു ജീരകം ഇട്ടിട്ട് കുഴച്ചാലും നല്ലതാണ് കേട്ടോ. ആ ഒരു ഗ്യാസൊക്കെ വരുമ്പോൾ അതിനൊക്കെ നല്ലതാണ് പുട്ട് പൊടിൻ്റെ കൂടെ ജീരകം ഇടുന്നത്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് സിമ്മിൽ തന്നെ ഇരുന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കേണ്ട ആവശ്യമില്ല, ആ ഒരു വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് ആ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു മണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് എടുത്താൽ മതിയാകും. അപ്പോൾ പുട്ട് അവിടെ ഇരുന്നിട്ട് ആവി വരുന്നുണ്ട്, വേവുണ്ട്. ആ ടൈമിൽ ഞാനിതാ പാലൊക്കെ എടുത്തിട്ട് വന്ന് പാൽ പൊട്ടിച്ച് ചായ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ പാൽ ഇവിടെ എപ്പോഴും സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചില ദിവസങ്ങളിൽ ഏട്ടൻ വരുമ്പോൾ തന്നെ വൈകുന്നേരം തന്നെ വരുമ്പോൾ പാൽ കൊണ്ടുവരും, ഇതുപോലെ പാക്കറ്റ് പാൽ വാങ്ങും. അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ സൊസൈറ്റിയിൽ രാവിലെ പോയി വാങ്ങിക്കാൻ കേട്ടോ. ചില സമയത്ത് ഏട്ടനെ പോയിട്ട് വാങ്ങിക്കാനായിട്ട് ഭയങ്കര മടിയല്ല, എണീക്കാനൊരു ബുദ്ധിമുട്ട് കൊണ്ട് രാവിലെ നേരം അപ്പോൾ എണീക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് തലേ ദിവസം തന്നെ വാങ്ങിച്ചിട്ട് വരും. അപ്പോൾ ഞാനിതാ പാക്കറ്റ് പാലാണ് കേട്ടോ ഇന്നിപ്പോൾ ചായ ഉണ്ടാക്കണം. അപ്പോൾ ചായക്കുള്ള വെള്ളമൊക്കെ കൂട്ടി പാലും വെള്ളമൊക്കെ ചേർത്തിട്ട് അങ്ങനെ അടുപ്പത്ത് വെച്ച് ചായ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പലരും പല രീതിയിലാണ് ചായ ഉണ്ടാക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിക്കാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ നമ്മുടെ ചൂട് പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ പയർ കറിയും തപ്പുറത്താവുന്നുണ്ട്. ഇനിയിപ്പോൾ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ പുട്ടും പയറും ഒക്കെ റെഡിയായി കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇതുപോലെ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഞാൻ പയർ കറി വെക്കുകയാണെങ്കിൽ ഇതുപോലെയാണ് കേട്ടോ വെക്കണത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചിട്ട് കഴിക്കാനായിട്ട്. വേറെ ഒന്നും വേണമെന്നൊന്നുമില്ല, ഈ ഒരു പയർ കറി തന്നെ മതിയാവും. വേണമെങ്കിൽ ഒരു പപ്പടമോ പഴമോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നാലും കുഴപ്പമൊന്നുമില്ല.
അതിപ്പോൾ കുറച്ച് ആഡംബരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ നമ്മളെപ്പോലെ സാധാരണക്കാർക്കൊക്കെ ഒരു കറി ഉണ്ടെങ്കിൽ തന്നെ അയ്യോ അത്രയും എന്താ പറയുക ഒരു ഇതാണ്. അപ്പോൾ അതൊക്കെ മതിയാവും അല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ പുട്ടും കറിയൊക്കെ കൂട്ടി ചായ എടുത്ത് അങ്ങനെ കഴിച്ചു വിട്ടാ. പിന്നെ എല്ലാവരും പോയി. എല്ലാവരും പോകുക എന്ന് പറഞ്ഞാൽ ശാലുമോൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് അവളുണ്ട് കേട്ടോ. പിന്നെ അവരൊക്കെ പോയി, കുട്ടി സ്കൂളിൽ പോയി. അതിന് ശേഷം ഞാനൊരു 9 മണിയൊക്കെ ആയപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു മഞ്ഞപ്പാത്തി ഉണ്ടല്ലോ, മഞ്ഞൾ വെച്ചിട്ടുണ്ട് അവിടെ. മഞ്ഞളുടെ ആ ഒരു എന്താണ് ചെടിയൊക്കെ ഉണങ്ങി വരണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി എന്താണ് നമ്മൾ മഞ്ഞൾ കളയ്ക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ടാണ് വിചാരിക്കുന്നത്. ഇപ്പോഴാണ് ഒന്ന് സമയം കിട്ടിയത്. അപ്പോൾ എന്താണെങ്കിലും വെയിൽ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗത്ത് ഇതൊക്കെ ഒന്ന് ചപ്പും ചവറൊക്കെ വലിച്ചു കൂട്ടി അവിടെ തീയിട്ടിട്ട്, ഈ ഒരു 2 പാത്തിയേ ഉള്ളൂ കേട്ടോ, ചെറുങ്ങനെയുള്ള പാത്തിയേ ഉള്ളൂ. അതിലുണ്ടോയെന്നൊന്നും അറിയില്ല. എന്തായാലും ഇല്ലാണ്ടിപ്പോൾ എന്താണ് ചെടിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇലയൊക്കെ എന്താണ് നന്നായിട്ട് പഴുത്ത് ഉണങ്ങി ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത് കളയ്ക്കാൻ വൈകിയിരിക്കുകയാണ് കേട്ടോ എല്ലാവരും. ഇപ്പം മഞ്ഞളൊക്കെ കളച്ച് ഒക്കെ പുഴുങ്ങി പൊടിച്ച് വേണമെങ്കിൽ വെച്ചിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇത്തിരി ലേറ്റായെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിന് ഒക്കെ കിട്ടും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരുപാടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു മഞ്ഞൾ പാത്തിയിൽ എല്ലാം ഒന്ന് ചപ്പും ചവറൊക്കെ ഒന്ന് വലിച്ചു കൂട്ടി അത് അവിടെ ഇട്ടിട്ട് ഒന്ന് കത്തിച്ച് വിടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു മഞ്ഞപ്പാത്തിയിൽ നിന്ന് മഞ്ഞളൊക്കെ കളയ്ക്കാം കേട്ടോ. ഉണ്ടോയെന്നൊന്നും അറിയില്ല. നമ്മൾ പൊടിയും വളവും ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. സാധാരണ ഈ ഒരു വെറുതെ മഞ്ഞൾ വെച്ചും കൊണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കും. അല്ലെങ്കിൽ മഴക്കാലത്താണല്ലോ വെക്കുന്നത്, അപ്പോൾ പിന്നെ വെള്ളവും ഒഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ ഉണ്ടാകണ മഞ്ഞൾ തന്നെയാണ് കേട്ടോ. പിന്നെ അല്ലാതെ നമ്മൾ എന്താണ് അതിൽ വളമൊന്നും ചെയ്യാറില്ല. അപ്പോൾ എന്താണെങ്കിലും ഇതാ നമ്മൾ മഞ്ഞളൊക്കെ ഒന്ന് കളയ്ക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 9:30 10 മണിയൊക്കെ ആകുമ്പോൾ നല്ല വെയിൽ അങ്ങോട്ട് വരും കേട്ടോ. ആ വെയിൽ വരുമ്പോഴത്തേക്കൊക്കെ ഒന്ന് കളയ്ക്കണമെന്ന് വിചാരിച്ചാണ്. കുറച്ച് മുന്നേ ഒരു ദിവസം ഞാൻ ഇതുപോലെ മോട്ടറൊക്കെ അടിക്കുന്ന സമയത്ത് രാവിലെ ഇവിടെയൊക്കെ ഒന്ന് നനച്ച് കൊടുത്തു. എന്നിട്ട് കളയ്ക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നതാണ്. പക്ഷേ അന്ന് പറ്റിയില്ല. എനിക്കിങ്ങനെ വേലൻ്റെ ആ ഒരു സമയത്ത് വീട്ടിൽ കുറച്ച് അല്ലറ ചില്ലറ പണികൾ ഒതുക്കലും പറക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിൽ പിന്നെ ഈ ഒരു പണിക്ക് നിന്നില്ല കേട്ടോ. പിന്നെ അങ്ങോട്ട് പിന്നാവട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ നീണ്ടു പോയി. ഇനിയിപ്പോൾ എന്തായാലും അത് കളച്ച് പുഴുങ്ങി ഉണക്കിയില്ലെങ്കിൽ ശരിയാവില്ല. കാരണം മഞ്ഞൾ പൊടി ഒന്നുമില്ല നമുക്ക്. കടയിൽ നിന്ന് ഇപ്പോൾ 1-2 പ്രാവശ്യമായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുകയാണ്. കഴിഞ്ഞ തവണ പൊടിച്ചതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാനിപ്പോൾ പൊടിച്ച നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാവുള്ളൂ. പക്ഷേ എന്നാലും ഞാൻ ചേച്ചിമാർക്കൊക്കെ കുറേശ്ശെ കൊടുക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മഞ്ഞൾ പൊടി ഒരുപാട് അങ്ങോട്ട് എടുത്ത് വെച്ചാലും ഒരു വർഷമൊക്കെ ഏകദേശം നിൽക്കും. അല്ലാതെ അതിൽ കൂടുതൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളർ മാറും. പിന്നെ അതിൽ എന്താ കുറിഞ്ചാത്തൻ എന്ന് പറഞ്ഞ ഒരു സംഭവം വണ്ടുണ്ടല്ലോ, അത് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് ദിവസമൊന്നും എടുത്ത് വെക്കാറില്ല കേട്ടോ. അങ്ങനെ നമ്മളിതാ മഞ്ഞളൊക്കെ കളച്ച് അങ്ങോട്ട് കൊണ്ടുവന്നു. ഒരുപാടൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ ഒരു പാത്തിയിൽ മാത്രം ഏകദേശം കുറച്ചൊക്കെ കിട്ടി. പിന്നെ രണ്ടാമത്തെ പാത്തിയിൽ അവിടെ ആയിട്ട് ഓരോന്നുണ്ടായിരുന്നു. അപ്പോൾ ദാ ഈ ഒരു വലസഞ്ചി ഉണ്ടല്ലോ, അതിലൊരു സഞ്ചി മഞ്ഞൾ കിട്ടിയിട്ടാണ്. ഇതൊന്നും അല്ല കേട്ടോ, നമ്മൾ കഴിഞ്ഞ തവണയും അതിൻ്റെ മുന്നിലത്തെ തവണയൊക്കെ ഇതിനേക്കാളും കുറച്ചും കൂടെ മഞ്ഞൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഏകദേശം ഇതുപോലെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന് മുന്നിലത്തെ പ്രാവശ്യം നമുക്ക് നന്നായിട്ട് മഞ്ഞൾ കിട്ടിയിട്ട് ഒരു 2 ചാക്കോളം മഞ്ഞൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് കുറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെച്ചതൊന്നും ശരിയല്ലാണ്ടും ഒക്കെ വെന്ത് പോവുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ കുറഞ്ഞു. പിന്നെ കഴിഞ്ഞ തവണ ഒരു പാത്തി 2 പാത്തിയൊക്കെ വെച്ചിട്ടുണ്ടായി. ബാക്കി കുറച്ച് വെക്കാനായിട്ട് ഞാൻ അവിടെ എടുത്ത് വെച്ചു. പിന്നെ അങ്ങോട്ട് മഞ്ഞൾ വെക്കാനായിട്ട് കൂട്ടാക്കിയില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഉള്ളത് അങ്ങോട്ട് കളച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാനിത് അവിടെ വെയിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ചോറ് വെക്കാനുള്ള പരിപാടിയും കൂടെ നോക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ ചോറ് വെച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ അപ്പോഴത്തേക്ക് ഈ മഞ്ഞളുടെ ആ ഒരു എന്താണ് നാരുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ വട്ടയിൽ എന്തെങ്കിലും ആക്കിയിട്ട് ചോറ് വെച്ചെടുത്ത് വെച്ചാൽ ഈ അടുപ്പത്ത് തന്നെ ഇട്ട് പുഴുങ്ങാലോ എന്നും വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ചോറിനുള്ള വെള്ളമൊക്കെ അങ്ങോട്ട് വെക്കുന്നുണ്ട്, തീയൊക്കെ പിടിപ്പിച്ചിട്ട്. ഇനിയിപ്പോൾ ചോറിന് അരിയും ഇട്ടിട്ട് ഞാനിതാ മഞ്ഞളൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ. അതിൻ്റെ നാരുകളും ഒക്കെ ഉണ്ടാവും. പിന്നെ തള്ളക്കിഴങ്ങൊക്കെ രണ്ടായിട്ട് മുറിച്ചിടുക. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ കലത്തിൽ വെള്ളം വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മഞ്ഞളിൻ്റെ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ചിലർ ഇങ്ങനെ ചാണകം കുറച്ച് കലക്കിയിട്ട് അതിൽ ചാണക വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അത് ഇതുപോലെ മഞ്ഞൾപ്പൊടി നല്ല കളറ് കിട്ടാനാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ തിളപ്പിച്ച് ഒരുവിധം അങ്ങോട്ട് പുഴുക്കിയെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വെന്ത് പോകാനും പറ്റില്ല, അല്ലെങ്കിൽ വേകാണ്ട് ഒരുപാട് ഇതെടുക്കാനും പറ്റില്ല. ഒരു 2 തിള വന്നാൽ മതി. പിന്നെ അങ്ങോട്ട് നമുക്ക് ആ വെള്ളം അങ്ങോട്ട് ഊറ്റിയിട്ട്
കളഞ്ഞ് പിന്നെ നമ്മൾ ഇത് പൊടിച്ചെടുക്കുക. ഒരുപാട് വേകാനും പറ്റില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. 2-3 തള വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഈർക്കലിട്ട് കുത്തി നോക്കിയാൽ അത് നന്നായിട്ടൊന്ന് ഉള്ളിൽ പോവുകയാണെങ്കിൽ കറക്റ്റ് അളവാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ എടുക്കുമ്പോൾ നല്ല കളറൊക്കെ കിട്ടും മഞ്ഞൾപ്പൊടി. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു മീശയും താടിയൊക്കെ അങ്ങോട്ട് പറിച്ച് കളയാണ്. തള്ളക്കിഴങ്ങിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള അതിൽ നിന്ന് വരുന്ന സംഭവത്തിലൊന്നും വലിയ ഇതൊന്നും ഉണ്ടാവില്ല, നാരൊന്നും ഉണ്ടാവില്ല. അതിങ്ങനെ പൊട്ടിച്ചങ്ങോട്ട് മാറ്റിയാൽ മതി. പിന്നെ ഇതിൽ നിന്ന് വേണം കുറച്ച് വിത്ത് എടുത്ത് വെക്കാൻ കേട്ടോ അടുത്ത പ്രാവശ്യത്തേക്ക്. അപ്പോൾ അതും വേണം, നമുക്ക് പുഴുങ്ങാനുള്ളതും വേണം. അപ്പോൾ ഇത് പുഴുങ്ങി ഉണക്കി പൊടിച്ച് വരുമ്പോഴത്തേക്ക് എത്രയൊക്കെ ഉണ്ടാവും എന്നറിയില്ല. ഒരു 1/2 കിലോ കിട്ടിയാൽ ഭാഗ്യം. അപ്പോൾ എന്തായാലും ഞാനൊരു 5 കിലോൻ്റെ അടുത്തൊക്കെ ഞാൻ പുഴുങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ബാക്കി കുറച്ച് ഞാൻ വിത്തിനും എടുത്തു വെച്ചു. പിന്നെ 1-2 മുരടൊക്കെ നമ്മളിങ്ങനെ എന്താ തൊടിയിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ അതും കൂടെ കിളച്ച് വെച്ചാൽ നമുക്ക് അടുത്ത പ്രാവശ്യം വെക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വെക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതൊന്നും കളച്ചിട്ടില്ല കേട്ടോ. അവിടെയായിട്ട് ചെറിയ മുരടൊക്കെ നിൽക്കുന്നുണ്ടാവും തൊടിയിലൊക്കെ. അങ്ങനെ നമ്മൾ മഞ്ഞളൊക്കെ അങ്ങോട്ട് എടുത്ത് വൃത്തിയാക്കിയിട്ട് വലിയ തള്ളക്കിഴങ്ങുണ്ടല്ലോ അതൊക്കെ ഇതുപോലെ ചെത്തിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരണം. അങ്ങനെ അതൊക്കെ കഴുകി വൃത്തിയാക്കി അടുപ്പത്ത് വെക്കാനുള്ള ചട്ടിയിലൊക്കെ വെച്ചു. പിന്നെ ഞാൻ കറിക്കുള്ളതൊക്കെ റെഡിയാക്കാൻ കേട്ടോ. കറി വെക്കാനായിട്ട് ഇപ്പോൾ വേറൊന്നുമില്ല. ഒരു 2 വാഴയ്ക്ക ഉണ്ടായിരുന്നു, പരിപ്പും ഒരു തക്കാളിയും പിന്നെ ഒരു സവാളയും കൂടെ ചേർത്ത് കുക്കറിനകത്ത് വെച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പും ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറൊക്കെ അങ്ങനെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഊറ്റിക്കൊണ്ട് വെച്ചിട്ട് പിന്നെ തൊട്ടപ്പുറത്ത് വട്ടയിൽ തന്നെ നമ്മൾ മഞ്ഞളൊക്കെ കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഈ ഒരു വട്ടയ്ക്ക് നമ്മൾ ഒരു വട്ട മഞ്ഞൾ ഉണ്ട് കേട്ടോ പുഴുങ്ങാനായിട്ട്. ബാക്കി കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചോറായതിന് ശേഷം ഞാൻ പുഴുങ്ങാനായിട്ട് വയ്ക്കും. അപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ കൂടെ മോട്ടറൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ നിറയ്ക്കുന്നുണ്ട്. ഓരോരോ പണി കഴിയുമ്പോഴേക്കും ഓരോരോ പണി അങ്ങോട്ട് ചെയ്തു വരികയാണ് കേട്ടോ. ഉച്ചയാകുമ്പോഴത്തേക്ക് പണികളൊക്കെ ഒരുങ്ങണമല്ലോ. അങ്ങനെ മോട്ടറിട്ട് വെള്ളമൊക്കെ അടിച്ച് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ അതിനിടയ്ക്ക്. പിന്നെ ചോറൊക്കെ വടിച്ച് വെച്ചു, ഊറ്റി വെച്ചു. പിന്നെ കറിയൊക്കെ ഒന്ന് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കല ഇത് എന്താണ് പരിപ്പും ഇതൊക്കെ നമ്മൾ ഇട്ട് വേവിച്ച് വെച്ചല്ലോ. പിന്നെ ഞാൻ ഒരുമിച്ച് തന്നെ അങ്ങോട്ട് കടുക് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയും ഒഴിച്ച് പിന്നെ കടുകും ചെറിയുള്ളി കറിവേപ്പിലൊക്കെ ഇട്ട് മൂപ്പിച്ചിട്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടിട്ട് അതിൽ മൂപ്പിച്ചു കേട്ടോ. നമ്മൾ കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു കടുക് പൊട്ടിക്കുന്ന സമയത്താണ് ഞാനതിൽ വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് ഞാൻ നമ്മുടെ വേവിച്ച് വെച്ച പരിപ്പ് കൂട്ടുണ്ടല്ലോ, പരിപ്പും വാഴയ്ക്കയും കൂടെ ഉടച്ച് കറിയാണ് കേട്ടോ. ഉടച്ചിട്ട് വെക്കുന്ന കറിയാണ്. നല്ല ടേസ്റ്റൊക്കെയാണ് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ എന്നിട്ട് തേങ്ങയും ചേർത്ത് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് നല്ല പരിപ്പും വാഴയ്ക്കയും ഉടച്ച് കറി റെഡിയാവും. അപ്പോൾ നല്ല ഇതിൻ്റെ കൂടെ നല്ലൊരു ഉണക്കമീൻ വറുത്തതോ അല്ലെങ്കിൽ നല്ല ചുടുപ്പായിട്ടോ ചമ്മന്തിയോ മുളക് വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ അത്ര എരിവും പുളിയൊന്നും ഇല്ലാത്ത കറിയാണ്, എങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കറിയൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ഞാനിതാ ചോറ് വടിച്ച് കഴിഞ്ഞാൽ തന്നെ അടുപ്പത്ത് മഞ്ഞൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തിളച്ച് വരാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് തീ കത്തിച്ച് ഒരു 2-3 തിള നന്നായിട്ടൊന്ന് വന്നതിന് ശേഷം നമുക്ക് തീ കമ്മിയാക്കി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് ചൂടൊക്കെ ആറിയതിന് ശേഷം ഞാൻ ഒരു ചാക്കിലോ എന്തിലെങ്കിലും കൊട്ടി വയ്ക്കും. എന്നിട്ട് ഇനിയിപ്പോൾ നാളെ ആയിരിക്കും കേട്ടോ ഇത് നമ്മൾ ഇവിടെ കൊണ്ടിടുന്നത്, ടെറസിൻ്റെ മുകളിൽ കൊണ്ടിടുന്നത്. ഈ ചൂട്ടോടെ ഈ വെയിലത്ത് കൊണ്ടിടാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അടുക്കളപ്പണികളൊക്കെ ഏകദേശം എല്ലാം ഒരുങ്ങി കുളിയും കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ചോറ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ചോറും നമ്മൾ വാഴയ്ക്കയും പരിപ്പും ഉടച്ച് കറിയും പിന്നെ കുറച്ച് രസം ഉണ്ടായിരുന്നു, അതൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ രാവിലെ ഉണ്ടാക്കിയ പയർ ഉണ്ടല്ലോ, നമ്മൾ പുട്ടിനുണ്ടാക്കിയ പയർ, പിന്നെ കുറച്ച് തൈര് ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഇപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഇങ്ങനെ തൈര് കൂട്ടിയിട്ടാണ് കേട്ടോ മിക്ക ദിവസവും കഴിക്കുന്നത്. തൈര് കൂട്ടില്ല, പക്ഷെ എന്നാലും സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത്തിരി കുഴച്ച് കഴിക്കും. കാരണം ഇപ്പോൾ ചൂടായതുകൊണ്ട് രാത്രി സമയങ്ങളിലൊക്കെ ചിലപ്പം മൂത്രച്ചൂടൊക്കെ വരാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ തൈര് മാക്സിമം കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാ കുറച്ച് തൈരും കൂടെ ഒഴിച്ച് നമ്മുടെ കറികളൊക്കെ എടുത്തിട്ട് ചോറ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പോൾ പിന്നെ ചാരുമോളും കഴിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഭക്ഷണമൊക്കെ എടുത്തിട്ട് പോയിട്ട് കഴിക്കുന്നുണ്ട്. അങ്ങനെ നല്ല അടിപൊളി കൂട്ടാനും കൂട്ടി അങ്ങനെ ചോറ് കഴിക്കാനായിട്ട് പോവാണ്.
ഇത്തിരി അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ചൊടുപ്പായിട്ടുണ്ടാവും. ഇതിപ്പോൾ രണ്ടും ഒരു എന്താ പറയുക, അത്ര എരിവും പുളിയൊന്നും ഇല്ലാത്ത കറിയാണ്. അതുകൊണ്ട് തൈരുമൊക്കെ ചേർത്ത് അങ്ങനെ കൂട്ടി കുഴച്ച് കഴിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം ഞാനൊരു 2:30 ആയപ്പോൾ ഞാൻ ടൗൺ വരെ ഒന്ന് പോകാനുണ്ടായിരുന്നു കേട്ടോ, പാലക്കാട് വരെ ഒന്ന് പോകണം. അപ്പോൾ ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അങ്ങനെ പോവുകയാണ്. നമുക്കൊരു കൊറിയർ വന്നിട്ട് കുറേ ദിവസമായിട്ടാണ് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അഡ്രസ്സിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത് കൊണ്ട് ഇങ്ങനെ പാലക്കാട് വന്നിട്ട് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ട്. ഇന്നലെ ഏട്ടൻ പോയിട്ട് ചോദിച്ചപ്പോൾ എന്താ നാളെ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത്. കാരണം അഡ്രസ്സിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. നമ്മൾ അടുത്തുള്ള അഡ്രസ്സ് കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് അറിയാത്തതുകൊണ്ട് പാലക്കാട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തതുകൊണ്ട് അങ്ങനെ അവിടെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കളക്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് കൊറിയർ അയച്ചിട്ടുള്ളത് നമ്മുടെ സിംഗറിലെ ഋത്വിക്കിൻ്റെ അമ്മ രമ്യ ചേച്ചിയാണ് കേട്ടോ കൊറിയർ അയച്ചിട്ടുള്ളത്. അപ്പോൾ ചേച്ചി ഇങ്ങനെ ദിവസം വിളിച്ച് ചോദിക്കുന്നുണ്ട് കൊറിയർ കിട്ടിയോ എന്നും പറഞ്ഞിട്ട്. കാരണം ചേച്ചി അയച്ചിട്ട് കുറേ ദിവസമായല്ലോ, ഇവിടെ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായിട്ട്. അതിൻ്റെ പിറന്നാളിൻ്റെ മുമ്പേ വന്നതാണ്. പക്ഷേ എനിക്ക് അത് കിട്ടാനായിട്ട് വൈകിപ്പോയി. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നിപ്പോൾ കഷ്ടപ്പെട്ട് അവിടെ പോയി അതിൻ്റെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അത് വാങ്ങിച്ചിട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. മുഖത്ത് കണ്ടില്ലേ, എന്താ പറയുക, 100-ൻ്റെ ബൾബ് കത്തുന്ന പോലെയാണ് ഉള്ളത്. എന്തായാലും അത് വാങ്ങിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോവാണ്. എത്തിയിട്ടുണ്ട്. എന്താ പറയുക, എന്തായിരിക്കും ഇതിൻ്റെ അകത്തെന്ന് അറിയില്ല, ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് എക്സൈറ്റ്മെൻറ്റിലാണ്. ഞങ്ങൾ എന്തായാലും പൊട്ടിക്കാൻ പോവാണ്. ഇത് നമ്മുടെ കൊറിയർ അയച്ചിട്ടുള്ളത് നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിൽ ടോപ്പ് സിംഗറിലെ ഋത്വിക്കിൻ്റെ അമ്മയാണ് കേട്ടോ. പിറന്നാളിന് അയച്ചതാണ് ഗിഫ്റ്റ്. പക്ഷേ 2-3 ദിവസം ലേറ്റായി. 24-ാം തീയതി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അഡ്രസ്സ് കൊടുത്തതിൽ ഒരു കാര്യം വിട്ടുപോയതുകൊണ്ട് ഇങ്ങനെ അവിടെ കറങ്ങി തിരിഞ്ഞ് പാലക്കാട് കിടക്കുകയായിരുന്നു. ഞാൻ ഇന്ന് പോയിട്ട് കളക്ട് ചെയ്തിട്ട് വന്നതാണ് കേട്ടോ, പാലക്കാട് പോയിട്ട്. എന്തായാലും ഇതിനകത്ത് എന്താണെന്ന് നോക്കാം നമുക്ക്. പൊട്ടിക്കാത്താണ്. ഡ്രസ്സാണ് കേട്ടോ, ഡ്രസ്സാണ്. 1 2 3 ഇത് സൃഷ്ടിക്കുള്ളതോ? ഇത് ക്രോപ്പ് ടോപ്പ്. ഇതും അതുപോലെ തന്നെ. ഇത് എന്താണെന്ന് നോക്കാം കേട്ടോ നമുക്ക്. ഇതിനകത്തൊരു ടോപ്പുണ്ട്, അതിൻ്റെ പാൻ്റ് ഉണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. നല്ല തുണി, കോട്ടൻ്റെ. അപ്പം അതെന്തായാലും നമുക്ക് ഇട്ട് നോക്കാം കേട്ടോ. ഇട്ടിട്ട് ഞാൻ കാണിക്കാം ഇതിൻ്റെ എല്ലാം. എനിക്ക് കൊള്ളൂലേ ഇത്, കൊള്ളും തോന്നും. ഇതെന്താർക്കും ഇത് പാൻറ്. കൊള്ളൊന്നുക്ക് കൊണ്ടില്ലെങ്കിൽ ചാരൂല്ലേ, നന്നായിട്ടുണ്ട്. പക്ഷെ ഇത് അടിപൊളി പാൻറ് കേട്ടോ, നല്ല അടിപൊളി പാൻറ്. നല്ല തുണിയൊക്കെ സൂപ്പറായിട്ട് സ്ട്രെച്ചബിളാണ്. പക്ഷെ എനിക്ക് പാകമുണ്ടോയെന്ന് അറിയില്ല, നമ്മുടെ അളവൊന്നും അറിയില്ല. അതുകൊണ്ട് 2 സൈഡിലും പോക്കറ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഒരു ക്രോപ്പ് ടോപ്പാണ്. അടുത്ത അടിപൊളി. ഇത് ചാരുവിന് അല്ലേ, സെറ്റ് സാധനം. ഇത് അടിപൊളി. ചാരുവിന് കൊള്ളില്ലേ ഇത്? ഇത് അടിപൊളി സൂപ്പറായിട്ടുണ്ട്. വീട്ടിടണോ? അതേപോലെ 2 ക്രോപ്പ് ടോപ്പാ. ക്രോപ്പ് ടോപ്പ് അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് സൂപ്പർ. ഇത് നല്ല തുണി, നല്ല സോഫ്റ്റ്. ഇത് അതേ തന്നെയാണ്. ഇതും അതിന്റെ അതേ തന്നെയാണ്. ഇതിന്റെ ഈ റെഡിന്റെ അതേ തന്നെയാണ് ഇത്. ക്രോപ്പ് ടോപ്പ് 1 2 3 4 5
അങ്ങനെ 5 ഗിഫ്റ്റാണ്, 5 ഐറ്റം ഗിഫ്റ്റാണ് നമുക്ക് ചേച്ചി അയച്ചിട്ടുള്ളത്. എന്തായാലും ചേച്ചി ഒരുപാട് താങ്ക്സ് ഉണ്ട്, ഒരുപാട് താങ്ക്സ് ഉണ്ട്. എന്നാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഡ്രസ്സുകൾ. അപ്പോൾ ഇത് ഇട്ടിട്ട് ഞാൻ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. വീഡിയോ അല്ല, ഇത് എനിക്ക് പാകമുണ്ടോ, കറക്റ്റായിരിക്കും, കറക്റ്റ് ഫിറ്റ് ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് അയച്ചു തന്ന ഡ്രസ്സൊക്കെ ഞാൻ ഇട്ടിട്ട് ഒന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം കറക്റ്റ് ആണോ എന്നൊക്കെ ചേച്ചി ഇങ്ങനെ ചോദിച്ചു. എല്ലാവർക്കും അത് കറക്റ്റ് ഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു ഡ്രസ്സുകൾ. മക്കൾക്കും 2-3 ടോപ്പൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിതായി ഒരു കുർത്ത, പിന്നെ ബോട്ടം ഉണ്ട്. അത് എനിക്കിത് ഇതുപോലത്തെ ബോട്ടം ഇങ്ങനെ ടൈറ്റായിട്ട് ഇടുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് ചാരുമോൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. ബോട്ടമൊക്കെ നന്നായിട്ടുണ്ട്, നല്ല ക്ലോത്താണ്. പിന്നെ കുർത്തിൻ്റെ കാര്യം പറയാനില്ല, എനിക്ക് ഇങ്ങനത്തെ ഒരു കളറില്ല, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് ഫോട്ടോയിൽ ഇങ്ങനെ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരു ലൈറ്റ് കളറാണ്. പിന്നെ വൈറ്റ് പ്രിൻറ്റ്, സിൽവർ കളറിൽ പ്രിൻ്റ് ഉണ്ട്. ഇതുപോലെ ഫ്രണ്ടിൽ ചെറിയൊരു ഇങ്ങനെ ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഓപ്പൺ ആയിട്ട് 2 സൈഡ് ഓപ്പൺ ഉണ്ട്, നടുവിൽ ഓപ്പൺ ഉണ്ട്. പിന്നെ ഇത് ഞാൻ ഈ ഒരു ബ്ലാക്ക് പാൻറ്റിൻ്റെ കൂടെ പെയർ ചെയ്തപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിതാണ് കേട്ടോ, എനിക്ക് ഈ ഒരു പാൻറ്റിൻ്റെ കൂടെ പെയർ ചെയ്തപ്പോഴാണ് കേട്ടോ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നി. അത് മറ്റേത് പറഞ്ഞാൽ ഒട്ടി കിടക്കുന്നതുകൊണ്ട് എനിക്കൊരു ഇത്, കാരണം ടോപ്പൊക്കെ 2 സൈഡിലും ഓപ്പൺ, പിന്നെ ഫ്രണ്ടിലും ഓപ്പൺ ആയതുകൊണ്ട് ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പാൻറ്റിൻ്റെ കൂടെ കുഴപ്പമില്ല കേട്ടോ, പട്ടിയാലിൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഏത് പാൻറ്റിൻ്റെ കൂടെ ഈ ഒരു ടോപ്പ് ഇടുന്നതാണ് ചേരണമെന്ന് ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ എനിക്ക് ഇതാ പിറന്നാളിന് ഇതുപോലെ ഒരു ഗിഫ്റ്റൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്. അതൊരു സെലിബ്രിറ്റീൻ്റെ അമ്മ അയച്ചു തരിക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു ഭാഗ്യമില്ല. അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് ചേച്ചി, ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു സന്തോഷത്തിൽ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.